സുരാജിന് ഓർമ്മയുണ്ടെന്നില്ല. കാരണം നമ്മൾ പണ്ട് മലബാർ വെഡിങ് എന്നൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ക്ലൈമാക്സിൽ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നൊരു സീനുണ്ട്. അപ്പോൾ സുരാജ് വന്ന് പെർഫോം ചെയ്യുന്നൊരു സീനുണ്ട്. വളരെ ഇമോഷണലായിട്ട്, വളരെ സീരിയസ് ആയിട്ട് ഇമോഷണലായിട്ട് പെർഫോം ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ അന്നോട്ട് പല സിനിമകൾക്കും ഞങ്ങൾ ചെയ്തു. അപ്പോഴൊക്കെ ഞങ്ങൾ കാണുമ്പോഴൊക്കെ സുരാജിനടുത്ത് ഞാൻ പറയാനുണ്ടായിരുന്നു, കോമഡി മാറി വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് സുരാജിന് മറ്റൊരു മുഖം സമ്മാനിക്കും എന്നൊക്കെ പലതവണ നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ സുരാജ് പറയും, കിട്ടണ്ടേ അണ്ണാ, വിളിക്കണ്ടേ അണ്ണാ. കലങ്ങിതിരുന്ന സുരാജിന് അങ്ങനെ ഒരു വേഷം കിട്ടി. ഡോക്ടർ ബിജു പേരറിയാത്തവർ എന്ന സിനിമയ്ക്ക് വേണ്ടി സുരാജിനെ ക്ഷണിച്ചു. അതിന് സുരാജ് സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഉച്ചസ്ഥായിയിൽ തന്നെ എത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കും. ഗർഭശ്രീമാൻ എന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. എനിക്കൊന്ന് സുരാജിന് അവാർഡ് കിട്ടിയ പിന്നെ സുരാജിൻ്റെ ലീഡായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രേക്ഷകരുടെ ഒരു വലിയ എക്സ്പെക്ടേഷൻ സിനിമയ്ക്ക് ഉണ്ടാവും. പ്രേക്ഷകരുടെ ഒരു പിന്തുണ ആ സിനിമയ്ക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.